എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സുപ്രധാനമായ കുറച്ച് 3 വാസ്തുദോഷത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ വാസ്തുദോഷം നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയെ കൊണ്ടുവരികയും നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങളുടെ ഭാഗ്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇതേതൊക്കെയാണെന്ന് നോക്കാം. നോർത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ്, സെപ്റ്റിക് ടാങ്ക്, കിച്ചൺ, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റിലെ എൻട്രൻസ്, പിന്നെ ബ്രഹ്മസ്ഥാനത്തെ സ്റ്റെയർ കേസ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് കോർണർ എന്ന് പറയുന്ന ഈശാന കോൺ. അത് ഈശാന കോണിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഉള്ള പോസിറ്റീവ് എനർജിയൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടത്. ഇത് ഡിവൈൻ എനർജി. അപ്പോൾ ഡിവൈൻ എനർജി ഫ്ലോ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്നാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിലാണ് വാസ്തുപുരുഷൻ്റെ തലയിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ഇതിനൊക്കെ റെമഡി ചെയ്യാൻ പറ്റാത്ത ഈ ദോഷങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ റെമഡി ചെയ്യാതെ റീലൊക്കേറ്റ് ചെയ്യുക മാത്രമേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം. അപ്പോൾ നമ്മൾ റെമഡി ചെയ്താലും അത് അത്രയും ഫലമായി നമുക്ക് കിട്ടുന്നതല്ല. നോർത്ത് ഈസ്റ്റിലെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഹെൽത്തിനെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സ്കില്ല് മാറുകയും പണം, ഓപ്പർച്യൂണിറ്റി എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, നോർത്ത് ഈസ്റ്റിലെ ടോയ്ലറ്റ് വന്നാലും ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക. കൂടാതെ കിച്ചൺ, വാസ്തുപുരുഷൻ്റെ തല വരുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ അഗ്നിയെ കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും ഈ കോർണറിൽ നിന്നും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കിത് അതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താം. സൗത്ത് വെസ്റ്റിലെ എൻട്രൻസ് ഉള്ള വീട് നിങ്ങൾ വാങ്ങിക്കുകയോ കൺസ്ട്രക്ഷൻ ചെയ്യുകയോ അതോ നിലവിൽ നിങ്ങൾ താമസിക്കുകയോ ആണെങ്കിൽ സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള വീട് നിങ്ങളെ കടക്കണിയിൽ പെടുത്താൻ, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളും താഴ്ചകളും കൊണ്ടുവരുന്നതിനും ഇത് കാരണമാകുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലാഭം കിട്ടാതിരിക്കാനും കടത്തിൽ പെട്ടുപോകാനും ഇത് കാരണമാകുന്നു. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മസ്ഥാനം. ഒരു വീടിൻ്റെ ഊർജം വീടിൻ്റെ അകത്തോട്ട് ഉത്ഭവിക്കുന്നതും ഈ ബ്രഹ്മസ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ ഒരു വീട് കെട്ടിത്തുടങ്ങിയാൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഒരു ഊർജം നമുക്ക് നമ്മുടെ വീടുകളിലെല്ലാം എത്തിക്കുന്നത് ഇത് ബ്രഹ്മസ്ഥാനത്ത് നിന്നും കൂടിയാണ്. അപ്പോൾ ഈ സ്ഥാനത്ത് ടോയ്ലറ്റോ സ്റ്റെയർ കേസോ വരാൻ പാടുള്ളതല്ല. ഒരു വീടിൻ്റെ നോർത്ത് ഈസ്റ്റും ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ സോഫ്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തേ പറ്റൂ. ഇതിന് വേറെ ഒരു റെമഡിയും ഇല്ലാത്തത് കൊണ്ടാണ്. വേറെ എന്തെങ്കിലും വാസ്തുദോഷം വന്നാൽ അതിന് നമുക്ക് റെമഡികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ ആർക്കും ലാഭം തരുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ ദോഷങ്ങളുണ്ടോ? എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുമായിട്ട് ഇനിയും വരാം. സ്റ്റേ ട്യൂൺഡ്.